നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ലേറ്റസ്റ്റ് എമർജിങ് ടെക്നോളജി ആയിട്ടുള്ള AI കൺസ്ട്രക്ഷനിൽ എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്കതിൻ്റെ ഗുണങ്ങൾ കിട്ടാൻ പോകുന്നത്. AI ഇപ്പോൾ എത്തിത്തുടങ്ങി, എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാനിങ്ങിൻ്റെ ഭാഗത്ത് AI പവേർഡ് ഡിസൈൻ ആൻഡ് പ്ലാനിങ് സിസ്റ്റം ടൂൾസ് ഒരുപാട് വന്നു തുടങ്ങിയിട്ടുണ്ട്. 5 വർഷമൊന്നും വേണ്ടി വരില്ല, നല്ലൊരു മാറ്റത്തിലേക്ക് അത് പോകാനും സാധ്യതയുണ്ട്. പ്രോജക്റ്റ് ഷെഡ്യൂൾ ചെയ്യുന്നതിനകത്തുള്ളൊരു കഴിവാണ് പലപ്പോഴും ഇതിൻ്റെ ഒരു എഫിഷ്യൻസി ഇരിക്കുന്നത്. ഒരു മനുഷ്യൻ ചെയ്യുന്നതിനേക്കാളും ഭംഗിയായി AI പ്രോഗ്രാമിനത് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് അതിനകത്തുള്ളൊരു കാര്യം. ഈ സ്മാർട്ട് ഷെഡ്യൂളിംഗ് അൽഗോറിതംസ് എന്നാണ് പറഞ്ഞത്. ഈ സ്മാർട്ട് ഷെഡ്യൂളിംഗ് അൽഗോറിതംസ് ഉപയോഗിച്ചുകൊണ്ട് നമസ്കാരം, യൂണിക് ബിൽഡേഴ്സിൻ്റെ കൺസ്ട്രക്ഷൻ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമുക്കിതിന് എഫക്റ്റീവായിട്ടുള്ളൊരു പ്ലാനിങ്ങും ടൈം സേവിങ്ങുമാണ് ഇതിനകത്ത്. ഇപ്പോൾ നിങ്ങൾക്കൊരു ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നു, നിങ്ങൾക്ക് തൃപ്തികരമല്ല എന്ന് തോന്നുമ്പോൾ വീണ്ടും അടുത്തൊരു ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് പോകാം. അപ്പോൾ ഇങ്ങനെ എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഘട്ടത്തിലേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര പ്ലാൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം. അതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഡിസൈൻ, നിങ്ങൾക്ക് സെലക്ഷൻ നടത്താം. അപ്പോൾ ഇതെല്ലാം വളരെ ഒരു വലിയ പോസിബിലിറ്റിയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിനകത്തൊരു വളരെ ഡ്രോബാക്ക് ഞാൻ പറയാം, പക്ഷെ അതിന് മുമ്പായിട്ട് ഈ പോസിബിലിറ്റി നമ്മൾ വളരെ അതിൻ്റെ പോസിറ്റീവ് സെൻസിൽ നമ്മൾ നോക്കി കാണേണ്ടതായിട്ടുണ്ട്. കാര്യം നമ്മുടെ ടൈം സേവിങ് ആണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഫാസ്റ്റർ ഡിസിഷൻ മേക്കിംഗ്, അതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ കാര്യം. പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ സഹായിക്കുന്നു AI ടൂൾ എന്നുള്ളതാണ്. നമ്മൾ പ്ലാനിങ്ങിലും അത് എല്ലാ ഫീൽഡിലും AIയുടെ ഇമ്പാക്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനകത്ത് ബേസിക്കലി AI ചെയ്യുന്നതെന്ന് പറയുന്നത് പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ പാറ്റേൺസിനെ ബേസ് ചെയ്തിട്ട് അത് പുതിയ പുതിയ കോമ്പിനേഷൻസ് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നേരത്തെ ചിലർ കൊടുത്ത ഡിസൈനുകളായിരിക്കാം അതിനകത്ത് വീണ്ടും നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. പിന്നെ ഈ പാറ്റേണിലായിരിക്കും അത് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ആ പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ വേറൊരു പാറ്റേണിലൂടെ അത് സഞ്ചരിക്കും. അപ്പോൾ ഇത് ഒരു വ്യക്തിയല്ല, ശരിക്കും AI എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അതൊരു വ്യക്തി അല്ലാത്തത് കൊണ്ട് അതിനകത്ത് ഹ്യൂമൻ എലിമെൻ്റ് ഒന്നും ഉണ്ടാവില്ല. ഹ്യൂമനെ പോലെ കോപ്പി ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണത്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ഒരു എഞ്ചിനീയർ ഇരുന്ന് ഡിസൈൻ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റ് ഇരുന്ന് ഡിസൈൻ ചെയ്യുന്ന ഒരു ഹ്യൂമൻ ഇൻവോൾവ്മെൻറ്റ് അവിടെ ഉണ്ടാവില്ല. അത് സത്യമാണ്. കാര്യം പക്ഷേ അങ്ങനെ വേണമെന്ന് എല്ലാവരും നിർബന്ധം പിടിക്കും. ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചിലർക്കൊക്കെ നമ്മൾ പ്ലാനൊക്കെ തയ്യാറാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഒരു 3-4 തവണയൊക്കെ അവർക്ക് ഇങ്ങനെ പല ഐഡിയാസ് പറഞ്ഞ് നമ്മൾ മാറ്റി കൊടുക്കേണ്ടി വരാറുണ്ട് പലപ്പോഴും. കാരണം അവരുടെ ഒരു റിക്വയർമെൻറ്റ് അനുസരിച്ച് സ്യൂട്ട് ചെയ്യാൻ അവർക്ക് അല്ലെങ്കിൽ ഇങ്ങോട്ടാക്കിയാൽ കൊള്ളാം, അങ്ങോട്ടാക്കിയാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഇതൊരു വളരെ ഗുണകരമായിട്ടുള്ള സംഭവമായിട്ട് മാറും. പക്ഷേ ആത്യന്തികമായിട്ട് നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ഭയങ്കര ആ ക്രിയേറ്റിവിറ്റി ഇല്ലായ്മ വരുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റ് വേറെയാണ്. കാര്യം എന്ന് വെച്ചാൽ AIക്ക് ഒരിക്കലും ഒരു ക്രിയേഷൻ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇതൊരു പാറ്റേണാണ്. അപ്പം നമ്മളിപ്പോൾ ഏത് ഒരു കാര്യത്തിനും നമ്മൾ AIയെ ഡിപ്പെൻഡ് ചെയ്താലും ഉള്ളൊരു പ്രശ്നം അതാണ്. ഇത് നേരത്തെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ സ്ഥലത്തു നിന്നാണ് സ്റ്റഡി ചെയ്തിട്ടാണത് ചെയ്യുന്നത്. പിന്നെ കോസ്റ്റ് ഒപ്റ്റിമൈസേഷൻ ഇതിന് നമുക്ക് ഇതിനൊരു വലിയൊരു ഗുണമാണ്. കോസ്റ്റ് ഒപ്റ്റിമൈസേഷൻ നമുക്കൊരു പ്ലാൻ തയ്യാറാക്കാനായിട്ട് ഇപ്പോൾ നോർമലി ഇപ്പോൾ ഒരു ആർക്കിടെക്റ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ എഞ്ചിനീയറിൻ്റെ അടുത്ത് ചെന്ന് ഉണ്ടാക്കുന്ന ചിലവിനേക്കാളും ചിലപ്പോൾ ചിലവ് വളരെ കുറച്ച് ചിലവിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ പ്ലാനുകൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ഈ AI ടൂൾ കൊണ്ട് ചിലപ്പോൾ സാധ്യമായിരിക്കും. പിന്നെ ഇപ്പോൾ ഈ BIM ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞ് ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡൽസ് എന്ന് പറഞ്ഞ് റിയൽ ടൈം ക്യാഷ് ഡിറ്റക്ഷനും അതിന് പുതിയ ആൾട്ടർനേറ്റീവ് സജസ്റ്റ് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള ചില ടെക്നോളജികളുണ്ട്. ഇപ്പോൾ ശരിക്കും ഓൾറെഡി ഇപ്പോൾ നിലവിലുള്ളൊരു കാര്യം തന്നെയാണ് BIM എന്ന് പറയും. അപ്പം ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡൽ എന്നാണ് നമ്മൾ പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പ്ലാനും നമ്മളൊരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കി. അപ്പോൾ ഈ പ്ലാനും എസ്റ്റിമേറ്റും തമ്മിൽ കണക്ട് ചെയ്താൽ ഈ പ്ലാനിൽ നമ്മൾ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയാൽ ഉടനെ തന്നെ എസ്റ്റിമേഷനിൽ ആ ചേഞ്ച് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന രീതിയിലുള്ള ഇതിന് വളരെ മുമ്പേ വന്ന ടെക്നോളജിയാണ്. പക്ഷേ അതിലേക്ക് ഇപ്പോൾ AIയുടെ സപ്പോർട്ട് വരുമ്പോഴത്തേക്കും അത് വേറൊരു ലെവലിലേക്ക് ആ BIM ഇൻ്റഗ്രേഷനൊക്കെ പോകും. അതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. കാര്യം BIM ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ ടൂള് എപ്പോഴും ഉപയോഗിക്കുന്ന സംഭവം തന്നെയാണ്. പക്ഷേ അത് ഒരു AIയുടെ ലെവലിലേക്ക് പോകുമ്പോൾ പുതിയൊരു തലത്തിൽ അത് നമുക്കൊരു ഗുണം പ്രദാനം ചെയ്യുന്നു. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം എറർ റിഡക്ഷനാണ്. കാര്യം എന്ന് വെച്ചാൽ മാക്സിമം എറർ ഇപ്പോൾ AI ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്കും മാക്സിമം ഒരു പാറ്റേൺ അത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കറക്റ്റ് പാറ്റേൺ ആണെന്നുണ്ടെങ്കിൽ അത് ആ കറക്റ്റ് പാറ്റേണിൽ തന്നെ വീണ്ടും നമുക്ക് ഔട്ട്പുട്ട് തന്നുകൊണ്ടേയിരിക്കും. അപ്പം ഇതിൻ്റെ എറർ റിഡക്ഷൻ എന്ന് പറയുന്നത് പോസിബിളാണ്. നമുക്ക് മാക്സിമം തെറ്റുകൾ കുറയും. ഹ്യൂമൻ ഇൻവോൾവ്മെൻറ്റ് വരുമ്പോൾ തെറ്റുകൾക്കുള്ള സാധ്യത കൂടും എന്ന് പറയുന്നത് പോലെ തന്നെ
ഈ ഹ്യൂമൻ ഇൻവോൾവ്മെൻറ്റ് ഇല്ലാതെ വരുമ്പോൾ അതിന് തെറ്റുകൾ കുറയും എന്നുള്ളതും പറഞ്ഞു വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു ക്ലയൻറ്റിൻ്റെ പ്രിഫറൻസിനനുസരിച്ച് അല്ലെങ്കിൽ അയാളുടെ ലൈഫ് പാറ്റേൺസ് ലൈഫ് സ്റ്റൈൽ പാറ്റേൺസിൽ നിന്നുകൊണ്ട് ഡിസൈനുകൾ ഉണ്ടാക്കാൻ നമുക്ക് പറ്റുമെന്നുള്ളതും ഇതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് എടുക്കേണ്ടി വരും. പിന്നെ പുതിയ കാര്യം ഡിസിപ്ലിൻ അത് മാത്രമല്ല പുതിയ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ്സ് കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് വേറൊരു ഗുണം എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളൊരു ഒരു പുതിയ ടെക്നോളജി കൊണ്ടുവരികയാണ്, അപ്പോൾ അതിൽ അപ്ഡേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കൊണ്ടുവരാൻ AI സിസ്റ്റത്തിന് പെട്ടെന്ന് കഴിയും. പിന്നെ വേറൊരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് ഒരേ കാര്യത്തിന് ഈ സിനാരിയോ സിമുലേഷൻ എന്ന് പറയും. സിനാരിയോ സിമുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരേ കാര്യത്തിന് നമ്മൾ പല സിനാറിയോയിൽ വീണ്ടും വീണ്ടും മാറ്റി കൊണ്ടുവരും. ഇപ്പം ഒരു ഡിസൈൻ ഉണ്ടാക്കി അത് ഒരു ക്ലൈമറ്റിന് നിങ്ങൾ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ക്ലൈമറ്റുള്ളൊരു സ്ഥലത്ത് നമ്മൾ ഈ ഡിസൈൻ കൊടുക്കുന്നു എന്ന് വെച്ചോ, ഇതേ ഡിസൈനിന് നമ്മൾ മറ്റൊരു ക്ലൈമറ്റുള്ളൊരു സിറ്റുവേഷനിലേക്ക് എങ്ങനെ സിമുലേറ്റ് ചെയ്തെടുക്കാം, അത് AI ഉപയോഗിച്ച് ചെയ്യാൻ വളരെ ഈസിയാണ് എന്നുള്ള. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പുതിയതായിട്ട് വരുന്ന പ്ലാനിങ് സോഫ്റ്റ്വെയറുകളിൽ ഉണ്ട് എന്നുള്ളതൊരു സത്യമാണ്. പക്ഷേ ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു ടെക്നിക്കൽ AI തന്നെ പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ എന്ത് കാര്യം AIയെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ അതിൻ്റെ ഒരു അതോറിറ്റിയുടെ ഒരു സൂപ്പർവിഷനിലാണ് ചെയ്യുന്നെങ്കിൽ മാത്രമേ അതിന് എഫക്റ്റ് തെറ്റുകൾ ചിലപ്പോൾ വരാനുള്ള സാധ്യത. ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ സ്ട്രക്ചറൽ ഡിസൈൻ നിങ്ങൾ ചെയ്യുന്നു, AI ഉപയോഗിച്ച് നമ്മൾ പറയുകയാണ് ഇത്ര ലോഡ് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര ലോഡ് നമുക്ക് താങ്ങാൻ വേണ്ടിയിട്ട് ഒരു ബീം ഡിസൈൻ ചെയ്യണം, ആ ബീമിൽ എത്ര കമ്പി വേണം എന്ന് പറയുമ്പോൾ അത് ഇത്ര കമ്പി വേണമെന്ന് പറയും. പക്ഷേ അതൊരു സ്ട്രക്ചറൽ എഞ്ചിനീയർ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ അത് കറക്റ്റാണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കും. അപ്പം ഈ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ അത് യൂസ് ചെയ്യാൻ ഈസി ആയിരിക്കും. പക്ഷേ ഒരു കോമൺ മാനെ സംബന്ധിച്ചോളം ഡിസൈൻ അയാൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഉദാഹരണത്തിന് ഒരു മെഡിക്കൽ സംഭവമാണെന്ന് വെച്ചോളൂ, നിങ്ങൾക്ക് ഇന്ന രോഗത്തിന് ഇന്ന മരുന്ന് എന്ന് AI റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡോക്ടർ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ ആ മരുന്ന് ഓക്കെ ആണോ, ഡോക്ടറിൻ്റെ ജോലി കുറച്ച് എളുപ്പമാക്കി കൊടുക്കാൻ ആ AI സോഫ്റ്റ്വെയർ സഹായിക്കും. പക്ഷേ അവിടെ ഡോക്ടറിനെ മാറ്റിയിട്ട് മൊത്തം AI ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഫീൽഡിലും ഇതുപോലെ തന്നെയാണ്. ഇതിൻ്റെ എല്ലാം ഇൻവോൾവ്മെൻറ്റ്, പ്രൊഫഷണൽസിൻ്റെ ഇൻവോൾവ്മെൻറ്റിനെ ഒരിക്കലും അത് കട്ട് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. ചിലപ്പം കണ്ണുമടച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളിനെ സംബന്ധിച്ച് ഓക്കെ, പക്ഷേ ഒരു റിയലിസ്റ്റിക് പോയിൻ്റ് ഓഫ് വ്യൂവിൽ അറിയാവുന്ന ഒരാളുടെ ഗൈഡൻസിൽ കൺസൾട്ടേഷൻ, ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ AI കൊണ്ടുണ്ടാക്കുന്ന ഡിസൈനുകളെ ഇവാലുവേറ്റ് ചെയ്യാനും ഒരു കൂട്ടം പ്രൊഫഷണൽസ് ഉണ്ടായി വരും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ അല്ലാന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റേഷൻ ലെവലിൽ ഫെയിൽ ആയിക്കഴിഞ്ഞാൽ അതൊരു വലിയ പ്രോബ്ലമാണ്. അപ്പോൾ അത് ഈ AI എന്ന് പറയുന്നത് അത്ര പെർഫെക്ഷനിലേക്ക് പോകുന്നൊരു കാലഘട്ടത്തിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വന്നേക്കാം. പക്ഷേ എന്നാലും ഇപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയറിലെ ഡിസൈൻ തന്നെയാണ് ഇപ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ മിക്കവാറും എല്ലാ ഇപ്പോൾ സ്ട്രക്ചറൽ ഡിസൈൻ ആയാലും ശരി, ഇപ്പം അതുപോലെ വരയ്ക്കുന്നതായാലും ശരി, എല്ലാം നമ്മൾ സോഫ്റ്റ്വെയർ പക്ഷേ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിലാണ് കാര്യം. ആ ഇൻപുട്ട് എന്ന് പറയുന്ന എക്സ്പീരിയൻസിനെ ബേസ് ചെയ്ത് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ.